ഇത് വാലിലാപ്പുഴ അമലോത്ഭവ ദേവാലയം. വിശ്വാസ തീഷ്ണഭാവങ്ങളുടെ പൂർത്തീകരണം. 2005 ജൂൺ മാസത്തിൽ ഈ ദേവാലയം പൂർത്തിയാവുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസ ഗോപുരത്തിൻ്റെ സായുജ്യ ദിനമായിരുന്നു. കാലഗതിവിഗതികളുടെ സഞ്ചാരപാതകളിൽ ഈ ദേവാലയവും ഇതിൻ്റെ വിശ്വാസവും ഈ നാടിൻ്റെ ഐശ്വര്യമായി. ഇത് വാലിലാപ്പുഴ, ഗ്രാമത്തിൻ്റെ പേരിന് ആധാരമായ പുഴ. അങ്ങ് മലമുകളിൽ ഉരുൾപൊട്ടി കുത്തൊഴുകിയ ആ മലവെള്ളപ്പാച്ചിലിൽ രൂപം കൊണ്ട പുഴ പിന്നീട് ഈ നാടിൻ്റെ കാർഷികാഭിവൃദ്ധിക്കും അതിലൂടെ നാടിൻ്റെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിനും കാരണഭൂതയായ പുഴ ഇത് ഇന്ന് നിർജീവാവസ്ഥയിലാണ്. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഗദ്ഗതവുമായി ഒരു ദുരന്ത പ്രതീകമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്തവർ അന്ന് കേട്ട് പുളകം കൊണ്ട പ്രകൃതിയുടെ സംഗീതം ഇന്നില്ല. പക്ഷേ ആത്മീയതയുടെ അനന്ത സാധ്യതയ്ക്കായി സംഗീതം പൊഴിക്കുന്ന ഒരു ജനതയും അവരെ നയിക്കാൻ പ്രാപ്തനായ ഒരു വൈദികനും ഇന്നിവിടെയുണ്ട്. കൂടാതെ പ്രത്യാശയുടെ ഒരാലയവും ഇന്നിവർക്കുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൗദ്രത പൂണ്ട് മുടിയഴിച്ചിട്ടാടി ഉന്മാദിയായ ഭൂമി വിറളി പോകുമ്പോൾ നിസ്സഹായതയുടെ തുരുത്തിൽ പകപ്പോടെ നോക്കി നിന്ന ആ ഒരു പഴയ കാലം, തങ്ങളുടെ അധ്വാനത്തെയും ജീവനെയും പകുത്തെടുത്തുകൊണ്ട് കുലംകുത്തി ഒഴുകിപ്പോകുമ്പോൾ അലറിക്കരയുവാനേ ഈ കുടിയേറ്റ ജനതയ്ക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും ഇവർ അഭയം പ്രാപിച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും പരിതപിക്കാതെ ജോബിനെ പോലെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു. കാലം കടന്നുപോയി. വ്യതിയാനങ്ങളുടെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കാലത്തിൻ്റെ വശത്തിൽ നിന്നും അടർന്നു പോയവരുടെ ഓർമ്മകളിൽ അതിജീവനത്തിൻ്റെ പുതിയ മുഖം കണ്ട് കർത്താവിൻ്റെ കൂടാരത്തിന് കീഴെ അവർ കരുത്താർജിച്ചു. ഇന്നിവർ സമൃദ്ധിയിലാണ്. ആത്മീയമായും ഭൗതികമായും ഉയർന്നതിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ ആഘോഷത്തിമിർപ്പിലാണ്. ആയിരത്തി 1979 ഏപ്രിൽ 1 തലശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ അനുവാദത്തോടുകൂടെ തുടങ്ങിയതാണ് വാലില്ലാപ്പുഴ സെൻറ് മേരീസ് ഇടവക. പ്രഗത്ഭരും പ്രസിദ്ധരും കഠിനാധ്വാനികളുമായ അനേകം നല്ല മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഇടവകയുടെ സമൃദ്ധി. ഏറെ സ്നേഹത്തോടും സൗമ്യതയോടും അച്ചടക്കത്തോടും സാഹോദര്യത്തോടും കൂടെ ഒത്തൊരുമയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടവക കൂട്ടായ്മയാണ് വാലില്ലാപ്പുഴ. 200ഓളം വീട്ടുകാരുള്ള ഈ ഇടവകയിൽ ഏതാണ്ട് 20% അധ്യാപകരും 15% ബിസിനസ്സുകാരും 10% തൊഴിലാളികളും ബാക്കി 60% കർഷകരുമുള്ള ഒരു ഇടവകയാണിത്. ഇവരെല്ലാവരും ഒരേ ചരടിൽ കോർത്തിണക്കിയ മുത്തുകൾ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എത്രയോ കൗതുകകരവും
മുതിർന്നവരാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഏതൊരു കാര്യത്തിനും ഏക മനസ്സോടും ഏക ശരീരത്തോടും എന്നതുപോലെ ഒത്തൊരുമയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ സഹകരണവും സ്നേഹവും ആത്മാർത്ഥമായി മനസ്സിലാക്കിയവനാണ് ഞാൻ. ഇതിനു മുമ്പ് ഇവിടെ സേവനം ചെയ്തു പോയ അനേകം വൈദികരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ വാലില്ലാപ്പുഴയെപ്പറ്റി പറയാനുള്ളത് എത്രയോ വലിയ കാര്യങ്ങളാണ്. ഏകദേശം 10 മാസക്കാലം മാത്രമാണ് ഞാൻ ഇവിടെ സേവനം ചെയ്യുവാൻ തുടങ്ങിയിട്ട്. ഈ 10 മാസം കൊണ്ട് തന്നെ ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും അടുത്തറിയുവാനും കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവരെ വരെ എല്ലാവരെയും മനസ്സിലാക്കി അവരുടെ മനസ്സറിയുവാനും സാധിച്ചത് തീർച്ചയായിട്ടും ഈ ഇടവകയുടെ സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും മനോഭാവം എന്നിൽ കൂടുതൽ ഊർജം നൽകുന്നതാണ്. 1979 പ്രഥമ വികാരിയായിരുന്ന ഇന്നത്തെ താമരശ്ശേരിയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു മാവേലിയച്ചൻ ആരംഭിച്ച ഈ ഇടവകയുടെ തീഷ്ണതയും ചൈതന്യവും ഇന്നും ഒട്ടും കുറയാതെ തുടരുന്നു എന്നുള്ളത് പ്രശംസനീയമായ വസ്തുതയാണ്. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. എന്നും ഹല്ലേലൂയ സ്തുതി ഗീതമാക്കണേ. വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ. മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ. മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. വചനമായ ദൈവമേ വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം
കാക്കണേ. ഇവളുടെ വാലില്ലാപ്പടിയിൽ ഞങ്ങൾ 1988 വരുന്നത് ആദ്യമായിട്ട്. ഇത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ആദ്യത്തെ ഹൗസാണ് കേരളത്തിൽ. ഇവിടെ ജ്യോതിധാര സിസ്റ്റേഴ്സ് എന്നാണ് പൊതുവിൽ എല്ലാവരും അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് സ്ഥലം വാങ്ങിച്ച് ഹൗസ് വെച്ചു. ആ സമയത്ത് ഇവിടെ പള്ളി ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും മനോഹരമായ പള്ളിയൊന്നും വന്നില്ലായിരുന്നു. ഏതാണ്ട് 100ഓളം ഇടവകക്കാരും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വന്ന് മഠം സ്ഥാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊരു സ്കൂൾ ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നെ സിസ്റ്റേഴ്സ് ഇടവകയിലെ കാര്യങ്ങളിലെല്ലാം സംബന്ധിച്ചിരുന്നു. ലിറ്റർജി അനിമേഷനും പിന്നെ സംഘടനകളുടെ എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് സഹായിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി വലിയ ഇപ്പോഴുള്ളതുപോലെയൊന്നുമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നീടാണ് ഇത്രയും ഉയർന്നു വരുന്നത്. കുട്ടികൾ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് ജോലി പലർക്കും കിട്ടി. പലരും പുറം നാടുകളിൽ പോയി ജോലി ചെയ്തൊക്കെ ഇപ്പോൾ ഇവിടങ്ങളിൽ മനോഹരമായ വീടുകളൊക്കെ വന്ന് സാമ്പത്തികമായിട്ട് എല്ലാവരും ഒരുമാതിരി നന്നായിട്ട് പുരോഗമിച്ചു. അധികം പാവങ്ങളായിട്ട് ആരും തന്നെ ഈ ഇടവകയിലിരുന്ന് ഇപ്പോൾ പറയാം. ഈ ഇടവകയിൽ കുടുംബങ്ങൾ ഒരു 100-192 എത്തിയിട്ടുമുണ്ട്. ഈ 10-25 വർഷക്കാലം കൊണ്ട് അത്രയും പുരോഗതി ഉണ്ടായി. പള്ളി പുതിയതായിട്ട് നന്നായി പണിയിപ്പിച്ചു. അതുപോലെ പള്ളി മുറിയും ഹോളും എല്ലാം നന്നായിട്ട് പണിയിപ്പിച്ച് ഇവിടെ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നു. ഒരു നാളൊരു പൊൻ പൈതലുമായി തിരുനാരികൾ വന്നേ. ഒരു നാളൊരു പൊൻ പൈതലുമായി ഇരുനാരികൾ വന്നേ. അറിവിൻ ഗുരുവാം ശലോമോൻ സവിധേ താണുവണങ്ങുന്നേ. കഥനമിതു കേൾക്കണേ രാജാവേ, ന്യായവിധി ചൊല്ലണേ രാജാവേ. രണ്ടുപേരുമാ കുഞ്ഞിനായിതാ നിന്നു വാദമായി കുഞ്ഞിനമ്മ ഞാൻ കാണു കേണു രാജസവിധേ. ഒരു നാളൊരു പൊൻ പൈതലുമായി ഇരുനാരികൾ വന്നേ. അറിവിൻ ഗുരുവാം ശലോമോൻ സവിധേ താണുവണങ്ങുന്നേ. ആരാണേ ആരാണേ നേരമമ്മ രാജാവിനതിശയമായി. നേരാണേ നേരാണേ കള്ളം ചൊന്നാൽ കാണില്ല തലമേലേ. ശലോമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി. വിധി പറയും വിനയകലും വഴി തെളിച്ചിടും. ദാവീദിൻ രാജൻ യൂദായിൻ രാജൻ അവനരുളും ഇരുളകലും മിഴി തെളിഞ്ഞിടും. പുഞ്ചിരി പൊഴിയും കുഞ്ഞിനെ നോക്കി ശലോമോൻ ചിരി തൂകി. കുഞ്ഞിനായി കേഴും നാരികൾ കാൺകേ ശലോമോൻ മിഴി കൂപ്പി. ഇരുവരിലൊരുവൾ സാക്ഷാൽ ജനനി അറിയാൻ വഴിയുണ്ടേ. ആരവിടെ വാളെവിടെ വെട്ടി മുറിക്കു ഈ കുഞ്ഞിനെ ഭാഗിക്കു ഇരുവർക്കുമായി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118,
കൊല്ലരുതേ എൻ കുഞ്ഞിനെ, കേണുവീണൊരു വളതാ. കൊടുത്തയച്ചാലും കുഞ്ഞിനെ അവൾക്കായി കൊണ്ടുപോയാലും സഖി നീ, എവിടെയായാലും എൻ മകൻ സുഖമായി കഴിഞ്ഞാൽ മതിയൻ രാജൻ. സഖിയോ കുഞ്ഞിനെ മുറിച്ചു വാങ്ങാൻ ശലമോന്റെ മുന്നിലായി കൈകൂപ്പി. കുഞ്ഞിനെ ഛേദിച്ചു പാതി ചോദിച്ചോളെ, നീയല്ല കുഞ്ഞിന്റെ അമ്മ. തഞ്ചോര വാർന്നാലും പ്രാണൻ പിടഞ്ഞാലും അമ്മയ്ക്കു കുഞ്ഞാണു പുണ്യം. ശലമോൻ വിജ്ഞാനി, കൃപയുള്ളൊരു ജ്ഞാനി, അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം, വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ. ശലമോൻ വിജ്ഞാനി, കൃപയുള്ളൊരു ജ്ഞാനി, അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം, വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ.
സൂക്ഷിക്കാം.